തോട്ടുമീൻ കണ്ടപ്പോൾ ചാടി വീണു. ഇത് തോട്ടുമീനാണ് കേട്ടോ. ഇവിടുത്തെ തോട്ടുനിന്ന് പിടിക്കുന്നതാന്ന് തോന്നുന്നു. അത് ഞാൻ പൊരിച്ച് നോക്കിയതാണ്. ഞാൻ ഇത്രയും തോട്ടുമീൻ പൊരിച്ചിട്ടൊന്നും തന്നിട്ടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് കറിയെല്ലാം വെച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ രണ്ട് വശത്തും തോടാന്ന് ഞാനിപ്പോൾ പറയില്ലേ, വീടിൻ്റെ രണ്ട് വശത്തും തോടാന്ന്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ തോട്ടുമീൻ കണ്ടപ്പോൾ പിന്നെ ഞാൻ ചാടി വീണ് വാങ്ങി എന്ന് പറയാം. ഇവിടെ ബംഗാളികൾ കൂടുതൽ സ്ഥലമല്ലേ. അപ്പോൾ ഒരു ബംഗാളീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ മീൻകാരൻ്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങുന്നു. സൈക്കിളിൽ നമ്മളെ നാട്ടിൽ കൊണ്ടുവരുന്ന പോലെ തെർമോക്കോളിൻ്റെ വെട്ടിയാന്നല്ലോ. ഇപ്പം പ്ലാസ്റ്റിക് വെട്ടി അങ്ങനെ തന്നെയല്ലേ കൊണ്ടുവരാം. തെർമോക്കോളിൻ്റെ വെട്ടിയിൽ നിറയെ ഐസ് ഇട്ടിട്ട് തോട്ടുമീൻ കൊണ്ടുവരുന്നു. തോട്ടുമീൻ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ നൊസ്റ്റു അടിച്ചു. എനക്കല്ലെങ്കിലും ഇങ്ങനത്തെ നാട്ടിലെ സാധനങ്ങൾ കാണുമ്പോൾ നൊസ്റ്റു അടിക്കൽ തന്നെയല്ലേ. ഇതാ അയ്യോ നല്ല തോട്ടുമീൻ കേട്ടാ. ഞാനിട്ട് വരഞ്ഞിട്ട് ഇട്ടെ. കാണുമ്പോൾ ഒരു മത്തീൻ്റെ സ്റ്റൈലില്ലേ. ഞാൻ സിമ്പിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ തപ്പി നോക്കിയേട്ടാ. അപ്പോൾ നമ്മൾ സാധാരണ പണ്ട് അമ്മ വീട്ടിൽ നിന്ന് സാധാരണ മത്തിയെല്ലാം മുളിച്ചും വെക്കുന്ന പോലെയാന്നില്ല. പിന്നെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് ഉള്ളിയും തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പെല്ലാം ഇട്ട് വേവിച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണ നനച്ച് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റൈലിലല്ലേ കാണാം. കുറച്ച് ഇരുട്ട് പോലെയുണ്ടല്ലേ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ തോട്ടുമീൻ കറിയാണ് സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയില്ലേ. എന്ത് വന്നാലും ആ ഒരു മണവും ടേസ്റ്റല്ലേ. പണ്ട് നാട്ടിലൊരു സമ്പ്രദായമുണ്ട്, കുണ്ടക്കലം വെക്കുക എന്നാണ് പറയുക. അങ്ങനെ എന്തോ പറയുക. തോട്ടിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ചെറിയ ആൺകുട്ടികളോ ആമ്പിളറോ അവരെല്ലാം കൂടിയിട്ട് വെക്കുമെന്ന് പറയും. തോട്ടുമീൻ അതിനിങ്ങനെ ടേസ്റ്റ് നോക്കാനല്ലോ കൊണ്ടുത്തരും ആൾക്കാർ. അത് കുരുമുളക് ഇട്ടിട്ട് വെളുത്തുള്ളിയെല്ലാം ചേച്ചിട്ട്. ഞാനിൽ കുരുമുളക് ഇട്ടില്ല. കുറച്ച് കുരുമുളക് ഇട്ടാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ഒന്നും ഇട്ടിട്ടില്ല. ഏതായാലും അത് ഫ്രഷ് പിടിച്ചുകൊണ്ടിരുന്നേ പോലെ ഇങ്ങനെ കണ്ണി പരലെല്ലാം ഉണ്ടാവില്ലേ, കുഞ്ഞു മീനെല്ലാം ഉണ്ട്. അപ്പോൾ ആ വീട്ടിലെ അവൾ എന്നോട് പറഞ്ഞു എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടില്ല കേട്ടോ. കിലോ 120. ഞാൻ കുറച്ച് ടേസ്റ്റൊക്കെ വാങ്ങിയത്. അധികം വാങ്ങിയിട്ട് ഇത് കട്ട് ചെയ്യാനും പിന്നെ നിലത്തിരുന്ന് നമ്മൾ സാധാരണ അങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണ്ടേ. ഞാൻ കത്തി കൊണ്ടെല്ലാം നിന്നിട്ട് തന്നെ കട്ട് ചെയ്തത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് വാങ്ങാം. ഓരോ പറയുന്നത് ഫ്രഷാണ്, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എടുക്കുന്ന അവർ വാങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂട്ടിയിട്ടാകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. മീൻ്റെ കയ്യിലിട്ട് ഇളക്കൂല എന്ന് പറയും. എന്നാലും ഉപ്പെല്ലാം നോക്കട്ടെ. തോട്ടുമീനിൽ ചിലവർ പുളിയിടൂല എന്നെല്ലാം പറയുന്നൊക്കെ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ഈ തോട്ടുമീനും കൂട്ടിയിട്ട് ഞാൻ ചോറ് തിന്നു. മുട്ടക്കറി ഉണ്ട്. നമ്മളെ കണ്ണപ്പൻ നമ്പൂതിരിയാണ്. മീനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെ മുള്ളൊന്നും ഇല്ലാതെ മീനാണെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ പൊരിച്ചതുകൊണ്ട് പൊരിച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നും തോട്ടുമീൻ കിട്ടൂലല്ല. ഞാനിവിടെ ഉത്തരാഖണ്ഡിൽ നിന്നിട്ട് നൊസ്റ്റു അടിച്ചിട്ട് ഞാനിൽ തോട്ടുമീൻ വാങ്ങി തന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ചേ വേണ്ടു കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിന്, പക്ഷെ ഒന്നും കൂടി നിങ്ങളെ കാണിക്കാലോ എന്ന് വെച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചിനെ കൊണ്ട് ഇപ്പം കുറച്ച് ഒഴിക്കുന്നു. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റ്. പച്ചക്കറിവേപ്പില ഇട്ടു ഞാൻ. പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് ഓക്കെ. കുഞ്ഞുമീൻ, വലിയ മീൻ, ഇതാണ് തോട്ടിൽ കറി, ഇതാണ് പൊരിച്ചത്. നല്ലല്ലേ, സൂപ്പർ ടേസ്റ്റായിരിക്കും. കഴിച്ചോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കിയ പിന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് പറയാമെന്ന് വെച്ചാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ സൂപ്പർ ടേസ്റ്റ്. ഇനി ഞാൻ കുറേ വാങ്ങി ഉണ്ടാക്കും.